ഞാനേ ഫോണിൽ ഹോട്ട്സ്പോട്ട് കിട്ടുമെന്ന് പോട്ടെ. അതിലുമില്ല. ഇതെങ്ങനെ ജീവിക്കുന്നു സാധാരണക്കാരൻ? നെറ്റുമില്ല, ഒരു കുന്തോ ഇല്ല. ഞാൻ പൊളിക്കും ഞാനിതൊക്കെ. എടാ, ഈ ഇലക്ട്രിസിറ്റി ബില്ല് അടക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആണ് ഇന്നും ഇത് കൊണ്ടുപോയി അടച്ചില്ലെങ്കിൽ അവന്മാര് വന്നിട്ട് ഇതാ ലൈന് കട്ട് ചെയ്യും. പിന്നെ ഇവിടെ വെട്ടം ഉണ്ടാവില്ല, വിളിച്ചോണ്ടാവില്ല. നെറ്റില്ലാത്തതിന് ഞാൻ എന്ത് ചെയ്യാനാ? ഈശ്വര, അച്ഛൻ എന്താ ശരി, അപ്പൊ അമ്മടേം പോയാ? ഞാൻ നിങ്ങളുടെ ഈ മൊബൈലും ലാപ്പും എല്ലാം കൂടെ കൊണ്ടുപോയിട്ട് ഞാൻ അടുപ്പിലിടും. അതല്ലാന്ന് ഞാൻ മുളകൊടി മല്ലിപ്പൊടിയൊക്കെ ഇട്ടും പോയി. ഇനിയിപ്പോ ഇത് അങ്ങനെ നിന്നും പോയി, എന്ത് ചെയ്യും? അപ്പൊ നെറ്റില്ലെങ്കിൽ ഇന്ന് ഭക്ഷണല്ലേ? ഇവിടെ ഒരു സിനിമ കണ്ട് പകുതിക്ക് നിർത്തിയൊക്കെയാണ് അച്ഛന്റെ ഭക്ഷണം. ഏട്ടൻ, ഞാൻ എന്ത് ചെയ്യാനാണ്? ഇനി എന്ത് ചെയ്യണ്ടേന്ന് എനിക്ക് അറിയാൻ പാടില്ല. നീ ഇപ്പൊ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഭക്ഷണത്തിന്റെ അവസ്ഥ എന്താ? ഞാൻ മുളക് പൊടി ഇട്ട് മല്ലിപ്പൊടി ഇട്ട് തക്കാളി വഴന്ന് വന്നിട്ടുണ്ടല്ലോ. ഒന്നുകിൽ ഈ ചോറ് എടുത്തിട്ട് അതിലേക്ക് ഇട്, അല്ലെങ്കിൽ വഴറ്റിയിട്ടുള്ള സാധനം ഒപ്പാട് എടുത്തിട്ട് ഈ കലത്തിലേക്ക് ഇട്. എന്നിട്ട് ഒരു ഇത്തിരി ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒക്കെപ്പാട് കലക്കി കൊണ്ടാ ഞാൻ എങ്ങനെയെങ്കിലും കുടിച്ചോളാം. എനിക്ക് വേണ്ട കൂതറ ഫുഡ്. സത്യോ എന്താ കണ്ട അച്ഛൻ വിശന്നിട്ട് വിളി തുടങ്ങിയിട്ടുണ്ട്. എടി, വയസ്സായ ആൾക്കാർക്കെങ്കിലും മര്യാദക്ക് കൃത്യസമയത്തിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക. അത് ചെയ്യണ്ടേ? എന്താണ്? ഞാൻ വിചാരിച്ച അച്ഛൻ വിശന്നിട്ടാണ് ഈ മാതിരി വിളി വിളിക്കണതെന്നാ. വിശപ്പ് പിന്നെ സഹിക്കാം, നെറ്റില്ലാതെ എനിക്ക് പറ്റൂല മോനെ. അതെ, അച്ഛനോട് ഞാൻ എന്റെ ഫോൺ എടുക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ? എന്നാ നീ എനിക്കൊരു മാറ്റ ഫോൺ മേടിച്ച. മാട്ട് ഫോൺ ഉപയോഗിക്കാൻ പറ്റിയ ഒരു മുതല്. മുത്തച്ഛനോട് ഞാൻ 100 വട്ടം പറഞ്ഞല്ലേ എന്റെ ബനിയൻ എടുത്ത് ചാർത്തരുത്. ഇത് ദൈവമേ, അതെ, എല്ലാവർക്കും കൂടെ വിഷം വാങ്ങിച്ചു തന്നിട്ട് ഞാൻ എവിടെയും കെട്ടി തൂങ്ങി ചാവും. എന്നെ കൂടെ ചെയ്യിക്കരുത്. ഫോൺ സത്യ, ഞാനൊരു മാട്ട് ഫോൺ ഉണ്ടല്ലോ ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. ക്യാഷ് ഓൺ ഡെലിവറി ആണേ. അവരതായിട്ട് വരുമ്പോ കാശ് കൊടുത്തേക്കണം കേട്ടാ. എങ്ങനെ ക്യാഷ് ഓൺ ഡെലിവറി ആണെന്ന്? ഫോൺ കൊണ്ടുവരുമ്പോ പൈസ അടക്കണമെന്നാ പറയണ. അതൊക്കെ മനസ്സിലായി. ഇതൊക്കെ എന്റെ പണിയാ. ആര്? മുത്തച്ഛൻ തന്നെത്താനെ ചെയ്താണത്. ആര്? അച്ഛനോ? അതെ, ഇതൊന്ന് ശരിയാക്കി തന്നെ എന്തെങ്കിലും അച്ഛൻ ഉണ്ടാക്കാം. അമ്മ, അത് ഇന്ന് ശരിയാകാൻ പോണില്ല. ഒരാഴ്ചയായിട്ട് ഇത് തന്നെയാണ് അവസ്ഥ. നെറ്റ് വരുമെന്ന് ഓർക്കണ്ട, വേറെ പണി നോക്ക്. ഇതൊന്നും നോക്കാനില്ല, എല്ലാവരും വായു മുഴുങ്ങിയിരുന്നോ? മന്മേട്ടാ, ഒരു രീതിയിലും ജീവിക്കാൻ സമ്മതിക്കില്ല. ഒരുത്തിന് മുമ്പിൽ നമ്മൾ ആത്മാഭിമാനം വിട്ട് മന്മഥൻ ജീവിച്ചിട്ടില്ല. ഇത് ജീവിക്കേണ്ട ആവശ്യമില്ല. ആത്മാഭിമാനത്തോടു കൂടി തന്നെയാണ് ഇത്രയും നാൾ ജീവിച്ചത്. അതെ, മോനെ നെറ്റ് ഉണ്ടടാ? നെറ്റ് പോയി കിടക്കുകയാണല്ലോ. വൈഫൈയോ? വൈഫൈ ഇല്ല, ഫോണിലും ഇല്ല.